എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അരിത്തമെറ്റിക് പ്രൊവിഷനിൽ. അപ്പോൾ അതിൽ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് n, 2n and 3n terms of an AP are S1, S2 and S3 respectively. Prove that S3 equal to 3 into S2 minus S1. അതായത് സം ഓഫ് ഓരോ ടേം n ടേമിന്റെയും 2n ടേംസ് 3n ടേംസിൻ്റെത് സം എന്ന് പറയുന്നത് S1, S2, S3. അങ്ങനെയാണെങ്കിൽ S3 ഈക്വൽ ടു 3 ഇൻറ്റു S2 മൈനസ് S1 എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ദ റേഷ്യോ ഓഫ് ദ സംസ് ഓഫ് ഫസ്റ്റ് m and n ടേംസ് ഓഫ് എൻ AP ഈസ് m² ഈസ് ടു n². അതായത് സംസ് ഓഫ് ഫസ്റ്റ് m ടേംസിന്റെ n ടേംസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് m² ഈസ് ടു n². Prove that the ratio of the mth and nth terms is 2m plus 1 is to 2n minus 1. അപ്പോൾ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the sum of 4 consecutive numbers in an AP is 32 and the ratio of the product of first and last term to the product of two middle terms is 7 is to 15. Find the numbers. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് 2 AP is 7n plus 1 is to 4n plus 27, then find the ratio of the 9th term. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ mth ടേമിൻ്റെത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 9th ടേമിൻ്റെത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, the sum of n, 2n and 3n terms of an AP are S1, S2 and S3 respectively. അപ്പോൾ നമുക്കിവിടെ n ടേംസിൻ്റെത് S1. അപ്പോൾ S1 എന്ന് പറയുമ്പോൾ S1 ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇത് Sn ആണ്. അതുപോലെ S2 എന്ന് പറയുന്നത്, അതായത് S2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2n ആണ്. എന്നിന്റെ പ്ലേസിൽ 2n ഉണ്ട്. അപ്പൊ 2n/2 ഇൻറ്റു 2a പ്ലസ്, ഇവിടെ എന്നിന്റെ പ്ലേസിൽ എന്താവും 2n മൈനസ് 1 ഇൻറ്റു d. അത് എന്ന് പറയുന്നത് S2n. ഇനി S3 എന്ന് പറയുന്നത് 3n divided by 2 into 2a plus 3n minus 1 into d. അത് S3n. അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിയുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് S3 ഈക്വൽ ടു 3 ഇൻറ്റു S2 മൈനസ് S1. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, S2 മൈനസ് S1 കണ്ടുപിടിക്കാം. S2 മൈനസ് S1 എന്ന് പറയും. ഇവിടെ നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യണ്ട. 2 എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ 2n/2 ഇൻറ്റു 2a പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു d മൈനസ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതെന്താവും 4an/2 പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2n/2 ഇൻറ്റു 2n മൈനസ് 1 d മൈനസ് ഇതിൽ 2an/2 മൈനസ് n/2 ഇൻറ്റു n മൈനസ് 1 d. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിനെ ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4an/2 കിട്ടി. ഇത് 2n/2 2n മൈനസ് 1 ഇൻറ്റു d 2an/2 പ്ലസ് അതായത് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് സൈൻ വന്ന് n/2 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു d. ഇവിടെ 4an/2 2an/2 എന്ന് പറയുന്നത് എന്തായി, നമുക്ക് 2a, അതായത് 2n/2a അങ്ങനെ തന്നെ കിട്ടി. ഇനി ഇതിൽ, അതായത് ഇതിൽ രണ്ടിലും നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2n/2 എന്ന് പറയുമ്പോൾ, അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇതിനെ ഷോർട്ട് ആക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ 4an/2 മൈനസ് 2an/2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, 2n/, അതായത് 2an
n/2 എന്ന് കിട്ടും. അത് പ്ലസ് ഇനി ഇതിൽ രണ്ടിലും നമുക്ക് എന്തുണ്ട്, n/2 കോമൺ ആയിട്ടുണ്ട്. n/2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. അപ്പോൾ ഇവിടെ n/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 2 ഉണ്ട്, ആ 2ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിൽ രണ്ടിൽ നമ്മൾ എ ഒരുമിച്ച് ചെയ്ത് ഡി ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ ഡി ചെയ്യുന്ന സമയത്ത് ഇവിടെ n/2 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള, അത് പുറത്തേക്ക് എടുത്ത് ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n മൈനസ് ഈ 2 ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 4n - 2 ആയി. ഇനി മൈനസ് സൈൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ മൈനസ് ഓഫ് ഇവിടെ ബാക്കിയുള്ളത് n-1 ഇൻറ്റു ഡി. ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇതിനെ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് അതായത് 4an/2 - 2 എ ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4an/2 - 2an/2 എന്ന് പറയുമ്പോൾ 2an/2 കിട്ടി. അതുപോലെ ഇതിന് നമുക്ക് രണ്ടിലും n/2 കോമൺ ആയിട്ടുണ്ട്. n/2 പുറത്തേക്ക് എടുത്ത്, പക്ഷെ ഇവിടെ ഒരു 2 എക്സ്ട്രാ ഉള്ളത് കൊണ്ട് ആ 2ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 2 4n ആയി. ഇത് -2. അതുപോലെ ഇവിടെയുള്ള ഈ മൈനസ് സൈൻ നമ്മൾ n/2 ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ മൈനസ് സൈന് -n-1 ഇൻറ്റു ഡി. അപ്പൊ ഇതില് നമുക്ക് ഇനി ഇതിനെ ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും n/2 കോമൺ ആയിട്ടുണ്ട്. n/2 പുറത്തേക്ക് എടുത്ത്, അപ്പൊ ഇവിടെ ബാക്കി വരുന്നത് 2a പ്ലസ് ഇതിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 4n - n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3n -2 മൈനസ് ഓഫ് -1 +1 ആയി. -2 + 1 3n - 1 ഇൻറ്റു ഡി. അപ്പൊ നമുക്ക് S2 - S1 കിട്ടുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു ഡി ആണ്. ഇതാണ് S2 - S1. നമുക്ക് 3 ടൈംസ് S2 - S1 ആണ് S3 എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യുക, ഇത് 3 × S2 - S1 3 × S2 - S1 എന്ന് പറയുമ്പോൾ 3 ഇപ്പുറത്തെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3n/2 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു ഡി. അപ്പൊ ഇതെന്താണ്, ഇതാണ് നമ്മുടെ S3, ദാറ്റ് ഈസ് ഈക്വൽ ടു S3. അപ്പോൾ 3 ടൈംസ് S2 - S1 ഈക്വൽ ടു S3 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒന്നുമില്ല. അപ്പൊ ഇതിനെ ഷോർട്ടാക്കി കിട്ടുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടേണ്ടത്, S3 ആണ് കിട്ടേണ്ടത്. S3യിൽ ഇവിടെ n/2 ഉണ്ടാവുള്ളൂ, ആ വിധത്തിൽ കിട്ടണം. അപ്പൊ അതെങ്ങനെയാ വന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് 2n/2 2a പ്ലസ് 2n - 1 ഇൻറ്റു ഡി മൈനസ് ഇതിനെ രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് n/2 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു ഡി ആണ് കിട്ടുക. അപ്പൊ ഇത് S3 ആവണമെങ്കിൽ ഇവിടെ ഒരു 3 മാത്രമേ വേണ്ടൂ. നമുക്ക് 3 ടൈംസ് S2 - S1 ആണ് S3 വേണ്ടത്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n/2 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു ഡി കിട്ടും. അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് സം ഓഫ് m ടേംസ് ആൻഡ് n ടേംസിന്റെ റേഷ്യോ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് m² n² എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് mth ടേമിന്റെയും nth ടേമിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2m - 1 ഡിവൈഡ് ബൈ 2n - 1 നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് ഷോ ചെയ്യേണ്ടത്. നമുക്ക് ഗിവൺ എന്താണെന്ന് വെച്ചാൽ സം ഓഫ് mth ടേം ആൻഡ് nth ടേമിന്റെ റേഷ്യോ m² n². അപ്പൊ സം ഓഫ് mth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ എഴുതുക, 2a പ്ലസ് m - 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ, അതായത് m/2 ഇൻറ്റു 2a പ്ലസ് m - 1 ഇൻറ്റു ഡി ആണ് സം ഓഫ് mth ടേം. സം ഓഫ് nth ടേം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, m² n². അപ്പൊ m² n² എന്ന് എഴുതി. ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഈ m² ഉണ്ട്. അപ്പൊ ആ m ക്യാൻസൽ ആയി, 2 ക്യാൻസൽ ആയി പോയി. n ഇവിടെ ഒരു n² ഉണ്ട്, അതും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2a പ്ലസ് m - 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ 2a പ്ലസ് n - 1 ഇൻറ്റു ഡി ഈക്വൽ ടു m/n. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ n ഇൻറ്റു 2a പ്ലസ് m - 1 ഇൻറ്റു ഡി ഈക്വൽ ടു m ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2an പ്ലസ് n ഇൻറ്റു m - 1 ഇൻറ്റു ഡി ഈക്വൽ ടു 2am പ്ലസ് m ഇൻറ്റു n - 1 ഇൻറ്റു ഡി. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ 2am ഒരുമിച്ച് എഴുതുക. 2am - 2an
പ്ലസ് m ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് n ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0. നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഈക്വൽ ടു 0 ആയി. ഇതിൽ നമുക്ക് എന്തുണ്ട് 2a കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2a ഇൻറ്റു m മൈനസ് n പ്ലസ് ഇതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡി ഒരുമിച്ച് എഴുതുക, mn മൈനസ് m മൈനസ് mn പ്ലസ് n ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 2a ഇൻറ്റു m മൈനസ് n, ഇവിടെ mn ക്യാൻസൽ ആയി മൈനസ് m പ്ലസ് n ആണെന്നുള്ളത്. അപ്പോൾ മൈനസ് n പുറത്തേക്ക് എടുക്കുമ്പോൾ m മൈനസ് n ഇൻറ്റു ഡി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ m മൈനസ് n കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2a മൈനസ് ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2a മൈനസ് ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു 2a, ഡി ഈക്വൽ ടു 2a എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് mth ടേമും nth ടേമിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഈക്വൽ ടു 2a എന്നുള്ള വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ mth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും, a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു, ഇനി ഡിന്റെ പ്ലേസിൽ എന്ത് ചെയ്യാം, നമുക്ക് am ബൈ an ആണ് ഇത്. അതായത് am ബൈ an എന്ന് പറയുന്നത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഇങ്ങനെ എഴുതി. ഇനി ഡിയിൽ 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, a പ്ലസ് m മൈനസ് 1 ഇൻറ്റു 2a ഡിവൈഡ് ബൈ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2a. അപ്പോൾ ഇവിടെ a പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 2am മൈനസ് 2a ഡിവൈഡഡ് ബൈ a പ്ലസ് 2an മൈനസ് 2a ഈക്വൽ ടു, അപ്പോൾ ഇതിൽ എന്തായി 2am മൈനസ് a ഡിവൈഡ് ബൈ 2an മൈനസ് a. അപ്പോൾ ഇതിൽ a കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിന് ബ്രാക്കറ്റ് a 2m മൈനസ് 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ a കോമൺ ആയിട്ടുണ്ട് 2n മൈനസ് 1. അപ്പോൾ അതിൽ a ക്യാൻസൽ ആയി. അപ്പോൾ am ബൈ an എന്ന് പറയുന്നത് 2m. അപ്പോൾ am ബൈ mth ടേം an ഈക്വൽ ടു 2m മൈനസ് 1 ഡിവൈഡ് ബൈ 2n മൈനസ് 1. ഇത് ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് സം ഓഫ് mth ടേം nth ടേം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അതിന്റെ വാല്യൂ mth ടേം നമുക്കറിയാം. സം ഓഫ് n ടേംസ് നമ്മൾ എങ്ങനെ എഴുതുന്ന ഫോർമുല n ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ mth ടേം എഴുതുക m ബൈ 2 ഇൻറ്റു 2a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. അതിന്റെ റേഷ്യോ m സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് d ഈക്വൽ ടു 2a എന്ന് കിട്ടും. d ഈക്വൽ ടു 2a കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത്, അതായത് mth ടേമും nth ടേമിന്റെ റേഷ്യോ 2m മൈനസ് 1 ഈസ് ടു 2n മൈനസ് 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യാം, അപ്പൊ mth ടേം എന്ന് പറയുന്നത് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതിൽ ഡിന്റെ പ്ലേസിൽ നമ്മൾ 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന 2am മൈനസ് a ആണ്. അതായത് a മൈനസ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് a. ഡിനോമിനേറ്ററിലും അതേപോലെ തന്നെ. അപ്പൊ ഇതിൽ രണ്ടിലും a കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2m മൈനസ് 1, ഡിനോമിനേറ്ററിൽ 2n മൈനസ് 1 ആണ്. a ക്യാൻസൽ ആയി. അപ്പൊ am ഈസ് ടു a എന്ന് പറയുന്നത് 2m മൈനസ് 1 ഈസ് ടു 2n മൈനസ് 1 എന്ന് കിട്ടി. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇതില് തേർഡ് ക്വസ്റ്റ്യൻ, the sum of 4 consecutive numbers in an AP is 32 and the ratio of the product of first and last term to the product of two middle terms is 7:15. Find the numbers. ഇതിൽ നമുക്ക് ഇവിടെ ഇപ്പം 4 നമ്പേഴ്സ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സമ്മാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സ്, സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ് ആണ്, അതിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ മിഡിലിൽ എ കിട്ടുന്ന വിധത്തിൽ വേണം ആ നമ്പേഴ്സ് എടുക്കാം. അതായത് നമ്മുടെ എ പി, അതായത് ലെറ്റ് ദ 3 നമ്പേഴ്സ് ബി എ പ്ലസ് ഡി, എ മൈനസ് ഡി ഇങ്ങനെ എടുക്കുക. അതായത് മിഡിലിൽ എ വരണം, അതുപോലെ കോമൺ ഡിഫറൻസ് ഡി ആയിരിക്കണം. ആ വിധത്തിലായിരിക്കണം. അതായത് ഫസ്റ്റ് ടേം
എ കിട്ടണം. അതുപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ, അതായത് സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ് ആർ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഓഡ് നമ്പർ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 7 നമ്പേഴ്സ് അങ്ങനെ തരുന്നതിന് നമ്മൾ എടുക്കേണ്ടത് മിഡിൽ എ വരുന്നത്. ഇപ്പോൾ ഇത് 3 നമ്പേഴ്സിന് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനിയിപ്പം 5 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കും. 5 നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് 2d. അതുപോലെ ഇപ്പുറത്ത് എ മൈനസ് ഡി മൈനസ് 2d ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് 5 നമ്പേഴ്സ് മിഡിൽ എ വരുന്ന വിധത്തിൽ. ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഡി. അപ്പോൾ 3, 5, 7 ഇങ്ങനെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് അല്ല, 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് തന്നതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് 2d എടുക്കണം. 2d കിട്ടുന്ന വിധത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൽ കോമൺ ഡിഫറൻസ് d ആണെങ്കിൽ ഇതിൽ കോമൺ ഡിഫറൻസ് 2d. അതായത് മിഡിലിൽ എ മൈനസ് ഡിയും എ പ്ലസ് ഡി. അപ്പോൾ ഇതിവിടെ എ പ്ലസ് 3d, ഇവിടെ എ മൈനസ് 3d. അതായത് കോമൺ ഡിഫറൻസ് 2d കിട്ടുന്ന വിധത്തിൽ വേണം. ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് തരികയാണെങ്കിൽ 4, 8 നമ്പേഴ്സ് അങ്ങനെ നമുക്ക് തരിക, 6 നമ്പേഴ്സ് ഇങ്ങനെയുള്ളത് തരികയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അതായത് ഇവിടെ 4 നമ്പേഴ്സിന്റെ സമ്മ് ആയതുകൊണ്ട് മിഡിലിൽ എപ്പോഴും എ പ്ലസ് ഡിയും എ മൈനസ് ഡിയും. അപ്പോൾ അതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ പ്ലസ് ഡി മൈനസ് എ മൈനസ് ഡി. അപ്പോൾ എന്താണ് കിട്ടുന്നത്? എ പ്ലസ് ഡി മൈനസ് എ പ്ലസ് ഡി. അപ്പോൾ 2d കോമൺ ഡിഫറൻസ് 2d കിട്ടുന്ന വിധത്തിൽ വേണം നമുക്ക് ഇതിൽ നമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ഓഡ് നമ്പേഴ്സ് തരികയാണെങ്കിൽ മിഡിൽ എ, കോമൺ ഡിഫറൻസ് ഡി ആണ് കിട്ടേണ്ടത്. ഈവൺ നമ്പേഴ്സിന്റെ സമ്മാണ് തരുന്നതെങ്കിൽ മിഡിൽ എ മൈനസ് ഡിയും എ പ്ലസ് ഡിയും ഉണ്ടാവും. അതുപോലെ അതിന്റെ കോമൺ ഡിഫറൻസ് 2d. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സം ഓഫ് 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇൻ എൻ എ പി ഈസ് 32. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഇവിടെ നമ്പേഴ്സ് ബി, നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എ മൈനസ് ഡി, എ പ്ലസ് ഡി, ഇവിടെ എ പ്ലസ് 3d. അതായത് 2d ആണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഡിന്റെ കൂടെ എ പ്ലസ് ഡിന്റെ കൂടെ 2d ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് 3d. അതുപോലെ ഇപ്പുറത്ത് വരുന്നത് എ മൈനസ് 3d. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് എ പ്ലസ് ഡി, എ മൈനസ് ഡി, എ പ്ലസ് 3d, എ മൈനസ് 3d. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സമ്മ് 32 ആണ്. 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഇതിന്റെ സമ്മാണ് 32. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം? എ മൈനസ് 3d പ്ലസ് എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 3d ഈക്വൽ ടു 32. ഇതാണ് നമുക്ക് ഗിവൺ. അപ്പൊ ഇതില് എ 4a, അതുപോലെ മൈനസ് 3d മൈനസ് ഡി. അപ്പൊ അതെന്തായി? മൈനസ് 4d ആയി. ഇവിടെ പ്ലസ് 4d ഉണ്ട്, ക്യാൻസൽ ആയി. 4a ഈക്വൽ ടു 32, a ഈക്വൽ ടു 8. a ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ആണ് ഇവിടെ വരുന്നത്. ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 മിഡിൽ ടേംസ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 7:15. അപ്പൊ 7/15 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 മിഡിൽ ടേംസ് ഈസ് 7:15. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അതായത് ആദ്യം 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്ത് ആ നമ്പേഴ്സിന്റെ സമ്മ് 32 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡി ക്യാൻസൽ ആയിട്ട് a 32 എന്ന് കിട്ടി. അതിനുശേഷം നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 മിഡിൽ ടേംസിന്റെ റേഷ്യോ 7:15. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റും ലാസ്റ്റും നമുക്ക് എഴുതാം. a മൈനസ് 3d ഇൻറ്റു a പ്ലസ് 3d ഡിവൈഡ് ബൈ a മൈനസ് d ഇൻറ്റു a പ്ലസ് d ഈക്വൽ ടു 7/15.
അപ്പൊ ഇത് ഏതിലായി നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഐഡന്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് എ സ്ക്വയർ മൈനസ് 3d സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 7/15. അപ്പൊ ഇത്രയും കിട്ടി. ഇനി ഇതിൽ നമുക്ക് ഷോർട്ടാക്കി കൊണ്ടുവരാം. അപ്പോ ഇതിൽ എ സ്ക്വയർ മൈനസ് 9d സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 7/15. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 15 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 9d സ്ക്വയർ ഈക്വൽ ടു 7 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അപ്പോ എ ഈക്വൽ ടു 8 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 15a സ്ക്വയർ മൈനസ് 135 d സ്ക്വയർ മൈനസ് 7a സ്ക്വയർ മൈനസ് 7d സ്ക്വയർ പുറത്ത് വരുമ്പോൾ പ്ലസ് 7d സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ 15a സ്ക്വയർ മൈനസ് 7a സ്ക്വയർ, അപ്പോൾ അത് എത്രയായി? 8a സ്ക്വയർ മൈനസ് ഇവിടെ 135d സ്ക്വയറും 7, അപ്പോൾ 128d സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ എ എന്നുള്ളത് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 8 ഇൻറ്റു 8 സ്ക്വയർ മൈനസ് 128d സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 64 ഇൻറ്റു 8 അല്ലെങ്കിൽ ഇതിനെ 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 8 സ്ക്വയർ മൈനസ് ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 48ൽ 6 16d സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ 64 ഈക്വൽ ടു 16d സ്ക്വയർ. ഇതിനെ ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി. d സ്ക്വയർ ഈക്വൽ ടു 64/16. 64/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ലെ. 16 ഇൻറ്റു 4 64 ആണ്. അപ്പോൾ d സ്ക്വയർ 4 ആണ് കിട്ടുന്നത്. d എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? d കിട്ടി. a നമ്മൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. എന്താണ്? a 8 കിട്ടി. d പ്ലസ് ഓർ മൈനസ് 2. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇവിടെ നമ്പേഴ്സ് ആണ് കാണേണ്ടത്. a മൈനസ് d, a പ്ലസ് d, a പ്ലസ് 3d, ഇവിടെ a മൈനസ് 3d. ഇതാണ് നമ്മൾ നമ്പേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ a 8ഉം d അത് രണ്ട് വാല്യൂ ഇട്ടിട്ട് ചെയ്യണം. d പോസിറ്റീവ് 2 ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടുന്നത് d, അതായത് a പ്ലസ് d. a പ്ലസ് d എന്ന് പറയുമ്പോൾ 8 പ്ലസ് 2 10. ഇവിടെ അതിൻ്റെ കൂടെ 2d ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 10, അതായത് 8 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 2 6 പ്ലസ് 8 14. ഇവിടെ 10, അതായത് 8 മൈനസ് 2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 6 കിട്ടി. ഇവിടെ അതുപോലെ 8 മൈനസ് 3 ഇൻറ്റു 2 8 മൈനസ് 6, അപ്പോൾ 2 6 10 14. ഇനി d മൈനസ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ d മൈനസ് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് a പ്ലസ് ഡി ഇല്ലേ, a പ്ലസ് ഡി എന്ന് പറയുന്നത് 8 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 6 കിട്ടി. പിന്നെ a മൈനസ് ഡി 8 മൈനസ് മൈനസ് 2 8 മൈനസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ അവിടെ 10. പിന്നെ നമുക്ക് a മൈനസ് 3d, അതായത് 8 മൈനസ് 3 ഇൻറ്റു മൈനസ് 2, അപ്പോൾ 8 പ്ലസ് 6 14. പിന്നെ കിട്ടുന്നത് a പ്ലസ് 3dക്ക് 8 മൈനസ് 8 പ്ലസ് 3 ഇൻറ്റു മൈനസ് 2, അപ്പോൾ 8 മൈനസ് 6 2. എങ്ങനെയായാലും അതേ തന്നെയാണ് കിട്ടുന്നത്. രണ്ട് വാല്യൂ ഇട്ട് കഴിഞ്ഞാലും ഓർഡർ മാറുന്നേ ഉള്ളൂ. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സം ഓഫ് 4 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണ് തരുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് 2d കിട്ടുന്ന വിധത്തിൽ വേണം നമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ മിഡിൽ എപ്പോഴും a പ്ലസ് ഡിയും a മൈനസ് ഡിയും എടുക്കുന്ന വിധത്തിൽ എഴുതുക. അതിനുശേഷം 2d ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ കഴിയും. ഇപ്പോൾ a പ്ലസ് ഡിയും a മൈനസ് 2d ആണെങ്കിൽ 2d കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2d ആഡ് ചെയ്തിട്ട് പോകും. അപ്പോൾ a പ്ലസ് ഡി പ്ലസ് 2d എന്ന് പറയുമ്പോൾ a പ്ലസ് 3d വന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് മൈനസ് ചെയ്തിട്ടല്ലേ എഴുതാം. അപ്പോൾ അതുപോലെ നമ്പേഴ്സ് എടുക്കുക. അതായത് ഈവൻ നമ്പേഴ്സ് ആണ് തരുന്നത്. ഓഡ് നമ്പേഴ്സ് ആണ് തരുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് d കിട്ടുന്ന വിധത്തിൽ വേണം നമ്പേഴ്സ് എടുക്കാൻ. മിഡിലിൽ a കിട്ടുന്ന വിധത്തിൽ എപ്പോഴും a മിഡിലിൽ ഉണ്ടാവും.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സം ഓഫ് 3 നമ്പേഴ്സ് പി എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്, അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക മിഡിൽ, അതായത് ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിൽ മിഡിൽ എ കിട്ടണം, കോമൺ ഡിഫറൻസ് ഡി ആയിരിക്കണം. ഈവൻ നമ്പേഴ്സിന്റെ സം ആണ് തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ എ പ്ലസ് ഡിയും എ മൈനസ് ഡിയും, അതുപോലെ കോമൺ ഡിഫറൻസ് 2D കിട്ടുന്ന വിധത്തിൽ നമ്പേഴ്സ് എടുത്തിട്ട് ബാക്കി അതിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യേ വേണ്ടു. അപ്പോൾ അത് ചെയ്യാൻ കഴിയും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, fourth question. If the ratio of the sum of first n terms of 2 APs is, അതായത് n termsന്റെ sum of first n terms 2 AP ന്റെ തന്നിട്ടുള്ളത് 7n plus 1 is to 4n plus 27. Ratio of sum of first n terms of 2 APs, 2 AP ആണ് ഇവിടെ ഉള്ളത്. അതിന്റെ സം ഓഫ് n ടേംസിന്റെ റേഷ്യോ 7n plus 1 is to 4n plus 27. ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ mth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ റേഷ്യോ ഓഫ് ദർ 9th ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ലെറ്റ് ദ ഫസ്റ്റ് APൻ്റെത് A first term, let A be first term and D common difference ആയിട്ട് എടുത്ത്, D common difference, small d common difference. അതുപോലെ സെക്കൻഡ് APന്റെ ഫസ്റ്റ് ടേം ക്യാപിറ്റൽ എയും കോമൺ ഡിഫറൻസ് ക്യാപിറ്റൽ ഡി ആയിട്ട് എടുക്കുക. കോമൺ ഡിഫറൻസ് ക്യാപിറ്റൽ ഡി. അപ്പൊ നമ്മുടെ AP സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുമ്പോൾ n/2 ഇൻറ്റു ആദ്യത്തത് എന്ത് വരും, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ n/2 ഇൻറ്റു 2a ക്യാപിറ്റൽ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എന്താണ് 7n പ്ലസ് 1 ഡിവൈഡ് ബൈ 4n പ്ലസ് 27. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഇപ്പോൾ n/2 ക്യാൻസൽ ആയി, 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 7n പ്ലസ് 1 ഡിവൈഡ് ബൈ 4n പ്ലസ് 27. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ ഇനി ഈ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. a പ്ലസ് n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഇതുവരെ നമുക്ക് സെയിം ആണ്. അതിലും നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തത്. ക്യാപിറ്റൽ എ ഡിവൈഡ് ബൈ 2 ഡി ഈക്വൽ ടു 7n പ്ലസ് 1 ഡിവൈഡ് ബൈ 4n പ്ലസ് 27. ഇനി ഇതിൽ നമുക്ക് 9th ടേമിന്റെ സമ്മാണ് കാണേണ്ടത്. കഴിഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്ത് n മൈനസ് 1/2നെ നമ്മൾ എടുത്തു. n മൈനസ് 1/2 ഈക്വൽ ടു m മൈനസ് 1 ആണ്. നമുക്ക് mth ടേമിന്റെ റേഷ്യോ ആയിരുന്നു അതിൽ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, n മൈനസ് 1/2 എന്നുള്ളത് m മൈനസ് 1 ആയിട്ട് എടുത്തു. ഇവിടെ നമുക്ക് 9th ടേമിന്റെ റേഷ്യോ ആണ് കാണുന്നത്. അപ്പൊ എമ്മിന്റെ പ്ലേസിൽ എന്ത് വന്നു, 9 മൈനസ് 1, അതായത് n മൈനസ് 1/2. നമുക്ക് mth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ അങ്ങനെ ചെയ്തു. ഇവിടെ നമുക്ക് 9th ടേമിന്റെ റേഷ്യോ ആണ് വേണ്ടത്. 9th ടേമിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ a പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു ഡി ആണ് വേണ്ടത്. ഈ പ്ലേസിൽ നമുക്ക് എന്ത് വേണം, 9 മൈനസ് 1. n മൈനസ് 1 ഈക്വൽ ടു 16, n ഈക്വൽ ടു ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 17. അപ്പം നമ്മളിവിടെ എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, 17 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ 9 മൈനസ് 1 a പ്ലസ് n മൈനസ് 1/2 എന്നുള്ളത് 9 മൈനസ് 1 ഇൻറ്റു ഡി ഡിവൈഡ് ബൈ a പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു നമ്മൾ എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം, ഇവിടെ നമുക്ക് n 17 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 7 ഇൻറ്റു 17 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 17 പ്ലസ് 27. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, a പ്ലസ് 8d ഡിവൈഡ് ബൈ a പ്ലസ് 8 ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 7 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ 17 ഇൻറ്റു 7 119, 119 പ്ലസ് 1 120 ഡിവൈഡ് ബൈ 17 ഇൻറ്റു 4. ഇപ്പോൾ ഇവിടെ 68 പ്ലസ് 27 എന്ന് പറയുമ്പോൾ 5
95. അപ്പോൾ 120/95. ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കുന്ന സമയത്ത് 24/19 കിട്ടും. 24/90. ഇതിനെ ഷോർട്ട് ആക്കുക. 120/95 ഷോർട്ട് ആക്കുമ്പോൾ 24/19 കിട്ടും. ഇവിടെ A8 എന്ന് പറയുന്നത്, അതായത് A എന്ന് പറയുന്നത് എന്താണ്? A+n-1 ഇൻറ്റു ഡി ആണ്. അതുപോലെ ഇവിടെ A+8D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? A9 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ A9 ഈക്വൽ ടു 24/90. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. 9th ടേമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 24/19 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ അതിൽ നമുക്ക് mth ടേമിന്റെ റേഷ്യോ ആയിരുന്നു കാണേണ്ടത്. ഇതിൽ nth ടേമിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ അവിടെ അതായത് n-1/2 എന്നുള്ളത് നമ്മൾ അതിൽ m-1 കൊടുത്തു. ഇവിടെ 9th ടേം ആയതുകൊണ്ട് 9-1 കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്താണോ n കിട്ടുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരിക വേണ്ടു. അപ്പോൾ A9th ടേം ഡിവൈഡ് ബൈ രണ്ടാമത്തേക്ക് ക്യാപിറ്റൽ A9th അതെന്ന് പറയുന്നത് 24:19 കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.